നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പോലീസിന് പിന്തുണ. ശബരിമല അപകടത്തിൽ പോലീസിനെ ന്യായീകരിച്ച് ദേവസ്വം മന്ത്രിയും DGPയും. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല. മണ്ഡലപൂജ പരിഗണിച്ച് ജാഗ്രത പാലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും സന്നിധാനത്ത് നടന്ന അവലോകന യോഗ ശേഷം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അതേസമയം മാളികപ്പുറത്തുണ്ടായ അപകടത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തള്ളി ലോക്നാഥ് ബെഹ്റ. ബാരിക്കേഡുകൾ ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശം ദേവസ്വം ബോർഡ് അവഗണിച്ചു. സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും DGP. എന്നാൽ IG ശ്രീജിത്തിന്റെ റിപ്പോർട്ടിൽ അപകട കാരണം മാളികപ്പുറത്ത് സ്ഥാപിച്ചിരുന്ന വടം പോലീസിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതിനാലെന്ന്. ശബരിമലയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഇന്നലെ പരിക്കേറ്റത് 30ഓളം പേർക്ക്. അപകടത്തിൽപ്പെട്ടവരിൽ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ. കുറ്റപ്പെടുത്തി മുരളി. സ്വന്തം മുന്നണിക്കെതിരെ കടുത്ത ആക്ഷേപമുയർത്തി K മുരളീധരൻ MLA. സർക്കാരിന്റെ വീഴ്ച തുറന്നുകാട്ടുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു. കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇടതുപക്ഷമായി മാത്രം ചുരുങ്ങിയെന്നും കുറ്റപ്പെടുത്തൽ. ഒരു സമരം നടത്താൻ പോലും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ഭരണപക്ഷം കളിയാക്കുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തനം പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങി. ഒറ്റക്കെട്ടെന്ന് പറഞ്ഞ് മറ്റൊന്ന് പ്രവർത്തിക്കുന്നവർ പാർട്ടിയിലുണ്ടെന്നും മുരളീധരന്റെ വിമർശനം. VRSുമായി വിമതർ. JSS സ്ഥാപക നേതാവ് ഗൗരിയമ്മയ്ക്കെതിരെ പാർട്ടിയിൽ വിമതപ്പട. സ്വയം വിരമിക്കണമെന്നാവശ്യപ്പെട്ട് ഗൗരിയമ്മയ്ക്ക് ഒരു വിഭാഗം പാർട്ടി നേതാക്കളുടെ കത്ത്. ഗൗരിയമ്മ സ്വജനപക്ഷപാതം കാണിച്ചു എന്നും തീരുമാനത്തിന് ഭൂരിഭാഗം അംഗങ്ങളുടെ പിന്തുണയുണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി B ഗോപൻ. എന്നാൽ പാർട്ടിയിലെ വിമത വിഭാഗം നൽകിയ കത്ത് ഗൗരിയമ്മ തള്ളി. നീക്കത്തിനു പിന്നിൽ CPM പിന്തുണയെന്ന് സൂചന. നിലപാട് ചർച്ച ചെയ്യാൻ ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനം വിളിക്കുമെന്നും JSS വിമതർ. വിഷയത്തോട് പ്രതികരിക്കാതെ ഗൗരിയമ്മ. പിൻവലിക്കൽ എളുപ്പമാകില്ല. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് പണം പിൻവലിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഈ മാസം 30-ന് ശേഷവും തുടർന്നേക്കും. ആവശ്യാനുസരണം അച്ചടി പൂർത്തിയാക്കാത്തതും അച്ചടിച്ചവ ബാങ്കുകളിൽ എത്തിക്കാനാകാത്തതും പ്രധാന വെല്ലുവിളി. അന്തിമ തീരുമാനത്തിനായി 30-ന് RBI അവലോകന യോഗം. പിൻവലിച്ചതിന് പകരമായി എത്തിക്കേണ്ട ആകെ നോട്ടുകളുടെ പകുതി പോലും ഇതുവരെ അച്ചടിക്കാനായിട്ടില്ലെന്ന് RBI. ഈ മാസം 10 വരെയുള്ള കണക്ക് പ്രകാരം ജനങ്ങളിലേക്ക് എത്തിക്കാനായത് 5.92 ലക്ഷം കോടി പുതിയ നോട്ടുകൾ. നിലവിലെ സാഹചര്യത്തിൽ ബാങ്കുകളിൽ നിന്നും ATMകൾ വഴിയും പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരുമെന്നും വിശദീകരണം. പ്രതിസന്ധി തുടരുന്നതിനിടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്താൻ ഉന്നതതല യോഗം വിളിച്ച് പ്രധാനമന്ത്രി. വിദഗ്ധർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഇടപാടുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുന്നത് സംബന്ധിച്ചും ചർച്ച. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2585 രൂപ, പവൻ 20,680 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.